അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത് ബഹുമാന്യനായ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ KV അബ്ദുൽ ഖാദർ ഇന്നലെ നടത്തിയ പരാമർശം, അദ്ദേഹത്തിൻ്റെ വിവാഹവും മറ്റ് കാര്യങ്ങളൊക്കെ ചാനലുകാർ ആഘോഷിക്കുന്നു. എന്താ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണോ എന്നുള്ള രീതിയിലാണ് എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്, താരതമ്യേന മാർക്സിസ്റ്റ് പാർട്ടിയിലെ സൗമ്യനായ നേതാവ് എന്നറിയപ്പെടുന്ന ശ്രീ KV അബ്ദുൽ ഖാദർ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പഠിക്കാൻ തുടങ്ങിയിരിക്കുക. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ചെടിച്ചട്ടി കൊണ്ടടിച്ചതും ഹെൽമറ്റ് കൊണ്ടടിച്ചതും ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്കാണ് ശ്രീ അബ്ദുൽ ഖാദറിൻ്റെ പരാമർശങ്ങൾ. എനിക്ക് വളരെ സഹതാപം തോന്നുകയാണ് അബ്ദുൽ ഖാദറിനോട്. ഒരു മുൻ MLA-യും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി, വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ശ്രീ സുജിത്തിൻ്റെ കേസുകളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആർക്കാണ് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് കേസില്ലാത്തത്? ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയിലെ മുഖ്യമന്ത്രി മുതൽ താഴെ തലം വരെ വെച്ചാൽ കൊലക്കേസിലെ പ്രതികൾ വരെയുണ്ട്. രാഷ്ട്രീയമായി പലതരത്തിലും കേസുകൾ വരുന്നത് സ്വാഭാവികമാണ്. ഇത് അദ്ദേഹത്തിന് സംഭവിച്ചത്, ഞങ്ങളൊക്കെ ജയിലിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരെ കാണാൻ പോകുന്നത് രാഷ്ട്രീയമായ കേസുകളിൽപ്പെട്ടതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെടുമ്പോഴാണ്. ഇദ്ദേഹം പോയത് 51 വെട്ടുവെട്ടിയ ആൾക്കാരെ കാണാനാണ്, ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ. അപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇതിപ്പോൾ അദ്ദേഹത്തിന് പിടിപ്പെട്ടിരിക്കുന്നത് ഒരു തരം ഫോബിയയാണ്, പാരനോയിയ ഫോബിയ എന്ന് പറയും. സംശയം കൊണ്ടും ഭയപ്പാട് കൊണ്ടും അദ്ദേഹത്തിന് ചുറ്റും സംഭവിക്കുന്നത് അവരെ പോലെയുള്ള പ്രതികളാണെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബഹുമാന്യനായ ശ്രീ അബ്ദുൽ ഖാദർ, അദ്ദേഹം ചാർജ് ഏറ്റെടുത്തിട്ട് 7 മാസമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് ആ സൗമ്യമായ മുഖത്തിന് മങ്ങലേൽപ്പിക്കേണ്ട, അദ്ദേഹം ബഹുമാന്യനായ പിണറായി വിജയനെ പഠിക്കാൻ നിൽക്കണ്ട. ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും അദ്ദേഹത്തിന് ഭൂഷണം. ചെറുപ്പക്കാരെക്കുറിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ചൊക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ കേസുകൾ എന്താണെന്ന് പരിശോധിക്കാൻ ഒന്ന് മെനക്കെടണം. അദ്ദേഹത്തിന് സുജിത്തിനെതിരെയുള്ള കേസുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അൺലോഫുൾ അസംബ്ലി, അന്യായമായി സംഘം ചേർന്ന് MLA ഓഫീസിലേക്ക് മാർച്ച്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്, അത്തരത്തിലുള്ള കേസ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു കേസുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട കുന്നംകുളം പിന്നെ ഈ കസ്റ്റഡി മർദ്ദനത്തിന് വിധേയമായി അദ്ദേഹത്തിനെ ഹാജരാക്കിയപ്പോൾ അദ്ദേഹം മദ്യപിച്ചു എന്ന് കരുതിക്കൂട്ടി എഴുതിയത് കോടതി പറഞ്ഞു അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. അത്തരത്തിലുള്ള തരങ്ങൾ മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായുള്ള കേസുകളെ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വടക്കാഞ്ചേരി ആ കുട്ടികളെ മുഖംമൂടിയും കൈബലങ്ങും ഇട്ടുപോയ SHO ഷാജഹാൻ്റെ നടപടി, സസ്പെൻഷൻ ഒരു പണിഷ്മെൻ്റ് അല്ല എന്ന് പോലീസ് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് തക്കതായ നടപടികൾ സ്വീകരിക്കണം. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാത്തിടത്തോളം ഞങ്ങൾ സമരവും നിയമ പോരാട്ടങ്ങളും നടത്തും. മാത്രമല്ല, അദ്ദേഹം കുന്നംകുളത്ത് SI ആയിരിക്കുന്ന സമയത്ത് ഒരു BJP-കാരനെ മർദ്ദിച്ച് അതിലെ അദ്ദേഹത്തിൻ്റെ മൊഴി അനുസരിച്ച് 324 സെക്ഷൻ ചുമത്തി. അതിനുശേഷം ഹൈക്കോടതി പോയി, ഹൈക്കോടതി അത് 326 ആക്കി.
ആ കേസ് ഒത്തുതീർക്കാൻ 10 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു എന്ന് ഞങ്ങളാരുമല്ല പറഞ്ഞത്. കുന്നംകുളം നഗരസഭയുടെ യോഗത്തിൽ ഒരു BJP കൗൺസിലറാണ് പറഞ്ഞത്. നിയമാനുസൃതം ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് പരാതി ലഭിച്ചാൽ പോലീസ് അതിന് കേസെടുക്കണം. ഇദ്ദേഹത്തിനെതിരെ അതിനും കൂടെ കേസ് ചുമത്തി ഇദ്ദേഹത്തെ വിചാരണയ്ക്ക് ഹാജരാക്കണം. ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം CPMൻ്റെ നേതാക്കന്മാർക്കെതിരെ വന്ന സാമ്പത്തിക കുറ്റാരോപണങ്ങൾ നിരവധിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ശ്രീ അബ്ദുൽ ഖാദർ ഇത്തരത്തിലുള്ള ഓരോ പ്രസ്താവനകളുമായി വരുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു കാരണവശാലും ഇവരുടെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പരാതിയിൽ നിന്ന് ഞങ്ങൾ ഒരു കാരണവശാലും പുറകോട്ട് പോകുന്നതല്ല. അതിൻ്റെ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.